വായിച്ചാട്ടെ. യേശുവിൻ്റെ സ്നേഹം എത്ര മാതൃ. അവരുടെ രാജ്യത്വത്തിൻ്റെ അന്ത്യകാലത്ത് അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ ഉഗ്രഭാവവും ഭയബുദ്ധിമുള്ള ഒരു രാജാവ് എഴുന്നേൽക്കും. അവൻ്റെ അധികാരം വലുതായിരിക്കും, സ്വന്തം ശക്തിയാലല്ല. 2 വാക്യങ്ങൾ കൂടി വായിച്ച് അവൻ്റെ മിലിറ്ററിയെ പറ്റി ഇന്ന് രാത്രി നാം അവസാനിപ്പിക്കും. ദാനിയേൽ പ്രവചനം 9, 24, 25, 26 കുഞ്ഞ് പറയുമ്പോൾ വായിക്കും. ഇന്ന് രാത്രി എതിർ ക്രിസ്തു വരണമെങ്കിൽ അവൻ്റെ മിലിറ്ററി ഇവിടെ വരണം. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാർ അനവധി പ്രാവശ്യം ഇപ്പോൾ തിരുവനന്തപുരത്തും കാട്ടാക്കടയിലും നാഗർകോവിലും ഒക്കെ ഇലക്ഷൻ പ്രചരണത്തിന് വന്ന് വരുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ വാഹനം, ഹെലികോപ്റ്റർ, IB റോ എല്ലാം വരും. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ നമ്മുടെ ഉദയംകുളങ്ങര ഒരു പരിപാടിക്ക് വരണമെങ്കിൽ നാളുകൾക്ക് മുമ്പ് തിരുവനന്തപുരം SP, നെയ്യാറ്റിൻകര DYSP, സ്പെഷ്യൽ ബ്രാഞ്ച്, അദ്ദേഹത്തിൻ്റെ കമാൻഡോ ഇവരെല്ലാം വന്ന് കാര്യങ്ങളെല്ലാം നോക്കും. ബോംബ് സ്ക്വാഡ് വരെ ഇപ്പം VIP-കളുടെ സന്ദർശനത്തിന് മുമ്പ്. അങ്ങനെയെങ്കിൽ ആൻറ്റി ക്രൈസ്റ്റ് വരുന്നെങ്കിൽ അതിനു മുമ്പ് ഒരു മിലിറ്ററി ഇവിടെ വരണം. ഇന്ന് രാത്രി ആ ലോകം മുഴുവൻ ആ മിലിറ്ററി, ഇന്നത്തെ വിഷയത്തിനകത്തും ആ മിലിറ്ററി. അത് പറയുമ്പോൾ അവസാനിക്കും. കുഞ്ഞ് വായിച്ച് സഹായിക്കും. ദാനിയേൽ പ്രവചനം 9, 24, 25, 26 ഇതെല്ലാം പ്രവചനം, വേറെ ആരും പറയത്തില്ല. നിങ്ങൾ ഒരിക്കൽ കൂടി ആ വാക്യത്തിലേക്ക് മോള് വായിച്ച് സഹായിച്ചാട്ടെ. ദാനിയേൽ 9 അതിക്രമത്തെ തടസ്സം ചെയ്ത് പാപങ്ങളെ മുദ്രയിടുവാൻ അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്ത് അതിക്രമത്തിന് പ്രായശ്ചിത്തം ചെയ്ത് നിത്യനീതി വരുത്തുവാൻ ദർശനവും പ്രവചനവും മുദ്രയിടുവാൻ അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാനും തക്കവണ്ണം അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാൻ തക്കവണ്ണം നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. ഇസ്രായേലും 70 ആഴ്ചവട്ടവും ഭയങ്കര ദൈവമക്കൾ മനസ്സിലാക്കേണ്ടത് 70 ആഴ്ചവട്ടം അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്ന് ഭവിക്കട്ടെ. അതിനുശേഷമാ യഹൂദന്റെ മടങ്ങി വരവുണ്ട്. അത് 70 ആഴ്ചവട്ടം. അടുത്ത വാക്ക് മോളി വായിച്ചാട്ടെ. അതുകൊണ്ട് നീ അറിഞ്ഞു ഗ്രഹിച്ചുകൊള്ളേണ്ടത് ദാനിയേൽ. ഇപ്പൊ ദാനിയേൽ ആരായി? ഇറാഖിന്റെ ചീഫ് സെക്രട്ടറി ആയി 9-ാമത്തെ അധ്യായത്തിൽ. അപ്പോൾ യെരുശലേം ദൈവാലയം തകർന്നു കിടക്കുക. നെബൂഖദ്നേസർ അതിനെ തകർത്തു. അതിനുശേഷം ലോകത്തിലെ ഭരണവംശങ്ങൾ, അതുകൊണ്ട് ആ ബൈബിളിൽ 4 മരങ്ങളോട് 3 മരങ്ങളോട് അത്തി, മുന്തിരി, ഒലിവ് 4 പേർ ഇതിനെ വെട്ടിയെന്നൊരു ഭാഗം വരുന്നുണ്ട്. അത് ഞാൻ പ്രസംഗിക്കുന്നില്ല, വലിയൊരു പ്രവചനമാണ്. അതിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട്: പച്ചപ്പുഴു, വെട്ടുക്കിളി, തുള്ളൻ. ഇതെല്ലാം അത് പച്ചപ്പുഴു, വെട്ടിൽ, വെട്ടുക്കിളി, തുള്ളൻ 4 സാമ്രാജ്യങ്ങളാണ് യവനെ നശിപ്പിച്ചത്. ഈ 4 സാമ്രാജ്യങ്ങൾ നശിപ്പിച്ചപ്പോൾ ഇസ്രായേൽ ഒന്നുമില്ല. പാലും തേനും പെടുന്ന കനാൻ ദേശം താ കിടക്കുന്നു. അപ്പോൾ ദാനിയേൽ ചാക്കിനകത്ത് മുട്ടുമടക്കി ദൈവത്തോട് നിലവിളിക്കുക. അവൻ്റെ കയ്യിൽ പഴയ ഇരമ്യാവുണ്ട്. ഇസ്രായേൽ ജനം മടങ്ങി വരും, ആലയം പണിയും. അതുകൊണ്ട് ഇങ്ങനെ ആ വാക്ക് വായിക്കുന്ന 70 ആഴ്ചവട്ടം വായിച്ചട്ടെ മക്കളെ. യെരുശലേം മടങ്ങി വരും, യഥാസ്ഥാനപ്പെടുത്തി പണിവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷിക്തനായ ഒരു പ്രഭു വരെ 7 ആഴ്ചവട്ടം. അഭിഷിക്തനായ ഒരു പ്രഭു വരെ 70 ആഴ്ചവട്ടം. ആരായി അഭിഷിക്തൻ? വായിച്ചട്ടെ അടുത്ത വാക്ക്. 62 ആഴ്ചവട്ടം കൊണ്ട് അതിനെ വേദിയും കിടങ്ങുമായി കഷ്ടകാലങ്ങളിൽ തന്നെ വീണ്ടും പണിയും. എസ്രാ, നഹമ്യാവ്, സെരബാബേൽ, കോരസ് എൻ്റെ ഇടയൻ ഇവരെല്ലാം കൂടെ ചേർന്ന നെബൂഖദ്നേസർ തകർത്തതിനെ പണിയുന്ന ബൈബിളും പ്രവചനവും ഭയങ്കര ഭാഗമായത്. അടുത്ത വാക്ക്. 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷിക്തൻ ഛേദിക്കപ്പെടും. അതാ കാൽവറിയിലെ ക്രൂശീകരണം. അഭിഷിക്തൻ ആരാ? ഇവിടെ ദൈവമക്കൾ ബൈബിൾ വെച്ചോണം. യോർദാനിലെ കലക്കവെള്ളത്തിൽ ഗലീലയിൽ നിന്ന് യേശു നടന്നു വന്നു. സ്നാപക യോഹന്നാനാൽ യേശു സ്നാനമേറ്റു. പരിശുദ്ധാത്മാവ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. കരമുയർത്താം. ഇവനാണ് അഭിഷിക്തൻ. അടുത്തത് ആയിച്ചാട്ടെ. അവൻ ആരുമില്ലെന്ന് വരും. അത് നമ്മൾ പെന്തിക്കോസ്തുകാരൊന്നും പ്രസംഗിക്കത്തില്ല. പണ്ട് CSA പോകുമ്പം കാൽവറിയിലെ 7 മൊഴികൾ, അതിനകത്തൊരു കാര്യമുണ്ട്: എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്. കരമുയർത്താം. ഇതാ കാൽവറിയിലെ മൊഴി. ഇത് ക്രൂശീകരണത്തിന് മുമ്പ്. അപ്പോൾ യേശുവിൻ്റെ ക്രൂശീകരണം ജനിക്കുന്നതിന് മുമ്പ് സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ തകർക്കും. ദാ കിടക്കുന്ന മരണാനന്തരം. അത് കഴിഞ്ഞിട്ട് അഭിഷിക്തൻ ഛേദിക്കപ്പെടും. അവൻ ആരുമില്ലെന്ന് പറയും. അടുത്ത വാക്ക് വായിച്ചാൽ പ്രഭുവിന്റെ പടജനം. ഇതാണ് IS മിലിറ്ററി. വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനം. എതിർ ക്രിസ്തു നെല്ല് മക്കളെ. എതിർ ക്രിസ്തു, തുമ്പുകെട്ട ഇടയൻ, നാശയോഗ്യൻ, വരുവാനിരിക്കുന്ന പ്രഭു, അധർമ്മത്തിന്റെ മർമ്മം. ഇതെല്ലാം ഒരുവനെ പറ്റിയാ പറയുന്നത്. ഒരു ഭരണം, ചെറിയ കൊമ്പ്. അതാ മോൾ നേരത്തെ വായിച്ചു. വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനം
നഗരത്തെയും പട്ടണത്തിന് ബോംബ്, അടുത്തത് വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. പള്ളിക്കും പട്ടണത്തിന് ബോംബ് വെക്കും ഒരു മിലിറ്ററി. ഇതിൻ്റെ ഒരു ഭയങ്കര സ്ട്രൈക്കാപ്പ് നടക്കുന്നത്. പണ്ട് ഞാനിത് പറഞ്ഞാൽ നിങ്ങൾ പറയും പാസ്റ്റർ എന്തോ പറയുന്നു. ഇന്ന് നമ്മുടെ പാങ്ങോട് മിലിറ്ററി ക്യാമ്പുണ്ട്. ഇവിടെ കരസേനയുടെ റാലി നടക്കും. ഇപ്പം ഇന്ത്യയുടെ ഒരുപാട് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ട്. അഗ്നിപഥും അഗ്നിവീറും. അതിന് നമ്മുടെ നെയ്യാറ്റിൻകര ചായ ഒഴിച്ചുകൊണ്ടിരിക്കുന്ന ബംഗാളി അവിടെ ചെന്ന് അവർ കയറ്റു. അവർ പറയും നിങ്ങൾ തമിഴ്നാടോ കേരളമാണെന്ന് മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റും ജനന സർട്ടിഫിക്കറ്റും ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ഫോട്ടോ എന്നിട്ട് നിൽക്കുക. ബംഗാളി പാകിസ്ഥാനി നേപ്പാളിയും വന്നു കഴിഞ്ഞാൽ പാങ്ങോടി ചെല്ലുമ്പോൾ അവർ പറയും ഇത് ഇന്ത്യൻ മിലിറ്ററിയെ മാറി നിൽക്കുക. ഇന്നൊരു മിലിറ്ററി ഉണ്ട് IS. ഇതിനകത്ത് ആര്? മലയാളി, വടക്കേന്ത്യക്കാരൻ, സൗദിക്കാരൻ, അറബി, അത് കഴിഞ്ഞ് അമേരിക്കക്കാരൻ, ഇംഗ്ലീഷുകാരൻ, അത് കഴിഞ്ഞിട്ട് ലണ്ടൻകാരി പെൺകുട്ടി, അമേരിക്കക്കാരൻ ജിഹാദി ജോൺ, ഇവരെല്ലാം ഒരു കൂടാരത്തിൽ. IS അതിന് വിളിക്കുന്ന പേര് ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് സിറിയ, ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാഖ്. ഇത് ഒരു മതത്തിൻ്റെ സംഘടനയല്ല, ആരും തെറ്റിദ്ധരിക്കരുത്. വരുവാനിരിക്കുന്ന പ്രഭുവിന് വേണ്ടി ഒരു പടജനം തയ്യാറാകുന്നതിൻ്റെ കാര്യം പറയുമ്പോൾ പിടികിട്ടും. പണ്ടിത് പ്രസംഗിച്ചാൽ നിങ്ങൾ പറയും ആര്? ഇനിയുള്ള കാര്യം നിങ്ങൾ കേൾക്കണം, ക്ലിയറാ. IS ബന്ധം കേരളത്തിൽ ദാ കിടക്കുന്ന അനവധി പേർക്ക് IS ബന്ധം. ആദ്യം ഒരാൾ പിടിയിൽ, 11 പേരിൽ ഒരാൾ പിടിയിൽ. കേട്ടോണേ, വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. ക്ലിയർ ആയിരിക്കണം ബൈബിൾ. ദാണ്ടേ കാബൂൾ, കോവിഡിന് മുമ്പിട്ട് നടന്ന സംഭവം ഇപ്പോഴും ഇവിടെ ഉണ്ട്. കാബൂൾ രക്തക്കളം, ദാ കിടക്കുന്നു IS ആക്രമണം. നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും. അടുത്തത് മ്യൂണിക്ക് കൂട്ടക്കൊല. ഈ വർഷം നടക്കാൻ ആക്രമണം പോവുക. അവിടെ നേരത്തെ അഡ്വാൻസായിട്ട് പ്രസംഗിക്കുക, വീഡിയോ എടുക്കുന്നുണ്ട്. ഈ വർഷം ISൻ്റെ ആക്രമണം ഉണ്ടാവും. മ്യൂണിക്ക് കൂട്ടക്കൊല, ദാ മരണം. ഇതെല്ലാം അജി ബ്രദർ കട്ട് ആൻഡ് ഷൂട്ട് എടുക്കുന്നുണ്ട്. ഇത് കണ്ട് ദേശീയ ദിനം ഫ്രാൻസ് 84 പേർ മരിച്ചു. IS ആക്രമണം. നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെ എല്ലാം കേൾക്കണം. IS തുർക്കിയിൽ 54 പേരെ വധിച്ചു. ഈ ഒരു സംഘടന ലോകം മുഴുവൻ. ധാക്കയ്ക്ക് പിന്നാലെ ദാ കിടക്കുന്ന IS 126 മരണം. ക്ലിയർ, എല്ലാം കട്ടൗട്ട്. ദാണ്ട് ഇത് നിമ്രോദിൻ്റെ തലമുറ 666. സൗദിയിൽ ഒരമ്മയുടെ 2 മക്കൾ IS കയറി. അവരുടെ പ്രത്യേകത, അമ്മ അവരോട് വഴക്ക് പറഞ്ഞത് തെറ്റായ സംഘടന. 9 മാസവും 9 ദിവസവും 9 പിന്നാഴിക്ക് നൊന്ത് പ്രസവിച്ച അമ്മയെ ഇവന്മാർ കഴുത്തറുത്ത് കൊന്നു. ഇറാഖിലെ നായാട്ടുവീരൻ നിമ്രോദ്. അത് തന്നെ നിങ്ങളുടെ മൊബൈലിൽ MNO666 WWW ഇതെല്ലാം ഒന്നാ. ദാണ്ടെ ക്രൈസ്തവരെ കുറിച്ചുള്ള IS ലിസ്റ്റ് പുറത്ത്. 13,000 പട്ടക്കാർ, അച്ഛന്മാർ, പാസ്റ്റർമാർ. ദാണ്ട് ഇവിടെ വ്ളാത്താങ്കര കത്തോലിക്കര പള്ളിയുണ്ട്. അവിടുത്തെ അച്ഛന്മാരോട് ചോദിച്ചാൽ അച്ഛന്മാർ പറയും. അവരൊരു അച്ഛനുണ്ടായിരുന്നു, ഫാദർ ടോം ഒഴുന്നാൽ. ISൻ്റെ തറവടയിലായിരുന്നു. BJPയുടെ നല്ലൊരു കേന്ദ്രമന്ത്രി ഉണ്ടായിരുന്നു, മരിച്ചുപോയി. സുഷമ സ്വരാജ്, ദ ലേറ്റസ്റ്റ് ആൻഡ് സൈമൾട്ടൻസ് നല്ല ഏറ്റവും നല്ല മിനിസ്റ്റർ. അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഞാൻ ലോകരാഷ്ട്രീയം കണ്ടതിൽ ഇത്രയും താഴ്മയുള്ള ഒരു സ്ത്രീയായിരുന്നു നമ്മളിൽ നിന്ന് വേർപെട്ട സുഷമ സ്വരാജ്. അവരുടെ അവസാന ആഗ്രഹം എയ്ഡ്സ് രോഗികൾക്ക് സഹായം കൊടുക്കുക. എനിക്ക് കണ്ണുകൊണ്ടറിയാവുന്ന, കേരളത്തിലായാലും എവിടെ ആയാലും അവരുടെ പണ്ട് അവർ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു സുഷമ സ്വരാജ്. ആ സുഷമ സ്വരാജ് മസ്കറ്റിലെ ഷേക്കുമായിട്ട് ബന്ധപ്പെട്ട കത്തോലിക്കർ കേൾക്കണം. ഫാദർ ടോം ഒഴുന്നാലിനെ നാട്ടിൽ കൊണ്ടുവന്നു. ISൻ്റെ തടവറയിൽ നിന്ന് മലയാളി വൈദികൻ. എല്ലാം അങ്ങ് കേൾക്കണം നാട്ടുകാർ. ബ്രിട്ടൻ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുള്ള ബ്രിട്ടനിൽ ഭീകരാക്രമണം. ഇപ്പോൾ ആസ്ട്രേലിയയിൽ ബിഷപ്പിനെ കുത്തി. അത് കഴിഞ്ഞിട്ട് വേറെ മാളിൽ 6 പേരെ കൊന്നു. ഇന്തോനേഷ്യ ക്രിസ്ത്യൻ പള്ളികളിൽ ഭീകരാക്രമണം. വരാൻ പോകുന്ന നെയ്യാറ്റിൻകരയിലേക്ക്. ഇനി മുഖ്യ സൂത്രധാരന്മാർ കേരളത്തിൽ. അത് കഴിഞ്ഞിട്ട് കേരള പോലീസ്, ഞങ്ങളെല്ലാം കേരള പോലീസ്. ISൽ ചേർന്ന് മരിച്ച മലയാളികളുടെ വിവരങ്ങൾ ദാ കിടക്കുന്നു. കേരള പോലീസ്, തിരുവനന്തപുരം പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ മലയാളികൾ. ആര്? ISനകത്ത് കണ്ണൂർക്കാരനുണ്ട്, പാലക്കാടുകാരി മെറിൻ ജേക്കബ് ഉണ്ട്, തിരുവനന്തപുരത്ത് ബ്യൂട്ടി പാർലർ നടത്തുന്ന ബിന്ദുവിൻ്റെ മകൾ, ഉഷയുടെ മകൾ ബിന്ദു. ഇവരൊക്കെ എത്ര എണ്ണം അതിനകത്തുണ്ടെന്നറിയോ? എല്ലാം ചെന്ന് ചേരുക. ഇനിയിപ്പോൾ IS സ്ട്രൈക്ക് ആവാൻ കാര്യം ഇസ്രയേൽ ഫലസ്തീൻ സംഘടനമെങ്കിൽ ISൻ്റെ ആക്രമണം അനവധി പള്ളികൾക്കും അനവധി എംബസികൾക്കും ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ പ്രസംഗിച്ചത് ഇത് കൊടുങ്കാറ്റിനും വിട്ടുള്ള ശാന്തത. കടക്കാം നെയ്യാറ്റിൻകരയിലേക്ക് IS. എന്താ അതിൻ്റെ പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കണം. 2018 എല്ലാവരും കേട്ടോണം. 2018 ശ്രീലങ്ക 4 കത്തോലിക്ക പള്ളിയിലും ഹോട്ടലിലും, നെഗംബോ, കൊളംബോ, അതുപോലെ തന്നെ 4 ഹോട്ടലിലും കത്തോലിക്ക പള്ളിയിലും ഈസ്റ്റർ ദിനത്തിൽ സ്ഫോടനം. 400 പേർ മരിച്ചു. അത് ശ്രീലങ്കയിലാണ്. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാർ പള്ളി സന്ദർശിക്കാൻ പോയി. അവസാനം ആ അന്വേഷണം എവിടെ വന്നെന്നറിയാമോ?
പാലക്കാട്, കോയമ്പത്തൂർ ഈ സ്ഥലത്ത് വന്നു. പാലക്കാട് ഉക്കടം സ്ട്രീറ്റ്. പാലക്കാട് നിന്ന് കോയമ്പത്തൂർ നാളെ പിടിച്ചപ്പോൾ കേരളത്തിലെ പേരുകൾ കണ്ടെത്തി. അവരൊരു കാര്യം കൂടെ ചെയ്തു. കേരളത്തിൽ 2020 കോവിഡ് കാലം, അന്ന് ലോക്ക്ഡൗൺ ആവുന്നവർ അറിയത്തില്ല. ഈ കൊച്ചിയിൽ ഈ പാപ്പാഞ്ഞി കത്തിക്കും പുതുവർഷ പാർട്ടിക്ക്. അന്ന് ബോംബ് വെക്കാൻ പദ്ധതി വെച്ചിരുന്നേ. പക്ഷേ കടൽ മാർഗം ഡിറ്റണേറ്റർ എത്തിയില്ല. രാജീവ് ഗാന്ധിയെ പെരുമ്പതിരുതൂരിൽ ശരീരത്തിനകത്ത് ഡിറ്റണേറ്റർ വെച്ച് കെട്ടിയതുപോലെ ചാവേറുകൾ വരെ ഒരുക്കിയിരുന്നെന്ന് കോയമ്പത്തൂർ റെയ്ഡിൽ പിടികിട്ടി. ഇനിയുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. അന്ന് കൊച്ചിയിൽ പ്രസംഗിക്കുന്ന പലരുമുണ്ട്. അവരെന്നോട് ചോദിച്ചു, പാസ്റ്റർ, IS മിലിറ്ററി ഇവിടെയും വരാൻ സാധ്യതയുണ്ട്. ശ്രീലങ്കയിൽ പള്ളികളിൽ ബോംബ് സ്ഫോടനം, അമേരിക്കയിൽ ബാബിസ്റ്റ് ചർച്ചിൽ സ്ഫോടനം, ഈജിപ്തിലെ പള്ളികളിൽ സ്ഫോടനം, പാകിസ്ഥാനിലെ മുസ്ലിം പള്ളിയിൽ അവർ ബോംബ് വെച്ചു. IS എന്താ അതിൻ്റെ പിന്നിലെന്നറിയത്തില്ല. കൊച്ചിക്കാരനോട് ചോദിച്ചു, പാസ്റ്റർ, IS മിലിറ്ററി ഇവിടെയും വരും. ഞാൻ പറഞ്ഞു, ഇപ്പം അവിടെ വന്ന് ബോംബ് പൊട്ടത്തില്ല. അതിനു മുമ്പ് ഒരു കൂട്ടം എടുക്കപ്പെടണം. സോദോമിൻ്റെ മേൽ ദൈവത്തിൻ്റെ ന്യായവിധി ഇറങ്ങുന്നതിന് മുമ്പ് ലോത്തിനെയും മക്കളെയും കരം പിടിച്ച് സോവേറിലേക്ക് കൊണ്ടുപോകുവാൻ ദൈവത്തിൻ്റെ ദൂതന്മാരിറങ്ങിയെങ്കിൽ കേരളത്തിനകത്തോ വിശ്വാസികൾ ആരാധിക്കുന്ന സ്ഥലത്തോ IS സ്ഫോടനം നടക്കുവാൻ ഇപ്പം ദൈവം അനുവദിക്കത്തില്ല. ആ സ്ഫോടനം ഇവിടെ മുഴങ്ങുന്നതിന് മുമ്പ് കർത്താവിൻ്റെ ഗംഭീരനാദം മധ്യാകാശത്തിൽ മുഴങ്ങും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഇന്ന് രാത്രി ഇതാരും പറയത്തില്ല, കേൾക്കണം. കോയമ്പത്തൂർ ഉക്കടം സ്ട്രീറ്റിൽ IS റെയ്ഡ് കൊടുത്ത ഒരു SI ഉണ്ടായിരുന്നു, വിൻസെൻ്റ്. അദ്ദേഹം കളിക്കാവിളയിലായിരുന്നു ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്നത്. IS പുള്ളിയെ പ്ലാൻ ചെയ്തു. ഖത്തറിൽ നിന്ന് ലീവ് എടുത്തവർ നെയ്യാറ്റിൻകര വന്നു, ഓട്ടോ പിടിച്ചു. വൈകിട്ട് കളിക്കാവിളയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന SI വിൻസെൻറ്റിനെ 6:45 കളിക്കാവിളയിൽ വെടിവെച്ചു വന്നു. വാർത്ത കേട്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ കരം മാത്രം ഉയർത്താം. കളിക്കാവിള ചെക്ക് പോസ്റ്റിൽ SI വിൻസെൻ്റ്. ഇന്ന് രാത്രി അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു. തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറിയാൽ അധർമ്മമൂർത്തി വെളിപ്പെടാറായി. മക്കളെ, അവർ ആ കൊലപാതകം കഴിഞ്ഞ് ഖത്തറിലേക്ക് പോയി. തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് ഖത്തറിൽ നിന്ന് 3 പേരെ നെയ്യാറ്റിൻകര നാട്ടോയി പോയവരെ കൊണ്ടുവന്നു. സെൻട്രൽ ജയിൽ ചെന്നൈയിൽ കിടപ്പുണ്ട്. IS മിലിറ്ററി ലോകത്തിൽ ഇന്ന് രാത്രി വചനം കേൾക്കണം. വരുവാനിരിക്കുന്ന പ്രഭുവിൻ്റെ പടജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. തീർന്നില്ല. IS മിലിറ്ററി ഇറാഖിലും മൊസൂളിലും എന്താ ചെയ്തത് നിങ്ങൾ കാണും. അമേരിക്കക്കാരൻ ജിഹാദി ജോൺ, 18 വയസ്സുകാരിയ ലണ്ടനിലെ പെൺകുട്ടി, ഇന്ത്യക്കാർ അനവധി പേർ IS ഇവർ ചെയ്യുന്നൊരു കാര്യമുണ്ട്. മനുഷ്യൻ്റെ തലയിൽ ഷൂള് പുതപ്പിച്ചിട്ട് കിട്ടുന്നവനെ കഴുത്തറുത്ത് രക്തം താഴെ വീഴും. ഇന്ന് രാത്രി നിങ്ങൾ ചോദിക്കും, പാസ്റ്ററെ, ഇവിടെ എല്ലാം സ്ഫോടനം നടന്നു, ഇറാഖിലും മൊസൂളിലും എന്നും കഴുത്തറക്കുന്ന മിലിറ്ററി ശരി, ഈ മിലിറ്ററിയാ? ഇതുകൊണ്ടാണ് ഞങ്ങൾ പച്ചയ്ക്ക് പറയുന്നത്, പലസ്തീനിലെ ഹമാസ് ഇത്രയും ക്രൂരമല്ല. ഈ ഹമാസിനകത്ത് IS നുഴഞ്ഞു കയറിയത് കൊണ്ട് ഒക്ടോബർ 7 പലരുടെയും കഴുത്ത് വണ്ടിക്കകത്ത് വെച്ച് അറക്കുകയും കെട്ടിവലിക്കുകയും മനുഷ്യൻ്റെ വയറ്റിനകത്ത് കത്തികുത്തുകയും ഗർഭിണിയുടെ ഉദരത്തിൽ നിന്ന് കുഞ്ഞിനെ കുത്തി പുറത്തെടുക്കുന്ന കാഴ്ച നിങ്ങൾ കണ്ടെങ്കിൽ ഇവരാ നിമ്രോദിൻ്റെ തലമുറ, തലയറക്കുന്ന നായാട്ടുവീരന്മാർ. ഓൺലൈൻ ഈ യുദ്ധം ഇവിടെ തീരത്തില്ല. ഇന്ന് ഇസ്രായേൽ പറയുന്നു, ഇറാൻ മാത്രമല്ല, ഇതിനകത്ത് തുർക്കിയും ഒരുപക്ഷെ അഫ്ഗാനിൽ ആൾക്കാരുമുണ്ട്, പേരവർ വെളിപ്പെടുത്തുന്നില്ല. കൊടുങ്കാറ്റിന് മുമ്പിട്ടുള്ള ശാന്തതയാണ് ഇനിയും ഈ യുദ്ധത്തിൻ്റെ അലയൊലി വരാൻ പോകുക. അങ്ങനെയെങ്കിൽ യേശു പറഞ്ഞു, യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് മര്യാപുരം കേൾക്കും, ചഞ്ചലപ്പെട്ടു പോകരുത്. ഇതെല്ലാം ഇവിടെ സംഭവിക്കണം. തായേ, തകർപ്പരെ, തമ്പി, തങ്കച്ചി, ഇന്ത മിലിറ്ററി തമിഴ്നാട് കളിക്കാവിളയിൽ ചെക്ക് പോസ്റ്റിൽ നിന്ന് SI വിൻസെൻറ്റിനെ തീർത്തെങ്കിൽ താമസമിന ഇറാനിലും ഇറാഖിലും നിങ്ങൾ കണ്ടു. കുഞ്ഞുങ്ങളുടെ തലയറത്ത് രക്തം താഴെ വീഴും. നിങ്ങൾ ചോദിക്കും, വരത്തില്ലേ? പ്രഭാഷണത്തിൻ്റെ അവസാന ഭാഗം, IS മിലിറ്ററി താമസമിന ഇവിടെയും വരും. നമ്മുടെ കഴുത്തിനകത്തും കത്തിവെക്ക്. ദാ ഇസ്രായേലിനകത്ത് ഹമാസ് പോരാളികളോട് ചേർന്ന് അവർ കഴുത്തറുത്തതുപോലെ മനുഷ്യൻ്റെ രക്തം താഴെ വീഴാൻ കാലമായി. എന്നാൽ ഇന്ന് രാത്രി രക്ഷയുടെ പെട്ടകത്തിനകത്ത് കടന്ന ദൈവമക്കൾ പറയണം, ആ മിലിറ്ററി ഇവിടെ വന്ന് നമ്മുടെ കഴുത്തറത്ത് നമ്മുടെ തലയിൽ നിന്ന് രക്തം താഴെ വീഴുന്നതിന് മുമ്പ് മറ്റൊരു രക്തം മധ്യാകാശത്തിൽ വെളിപ്പെടും. കരമുയർത്ത. ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവരിയുടെ കൊലക്കളത്തിൽ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാട് ഇറക്കപ്പെട്ടു. ഏലി
ഏലി ലമ്മ ശബത്താനി. എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? ബാശാൻ കൂറ്റന്മാർ എന്നെ വളഞ്ഞു, നായ്ക്കൾ എനിക്ക് ചുറ്റും ഓലിയിട്ടു, എൻ്റെ അങ്കയ്ക്കായി അവർ ചീട്ടിട്ടു, എനിക്ക് കുടിപ്പാൻ കയ്പ് കാടിയും കണ്ടിവെണ്ണയും, എൻ്റെ മുഖത്തെ രോമങ്ങളെല്ലാം അവർ ചീന്തി. ഓ, എൻ്റെ അസ്ഥികളൊക്കെയും തൂകിപ്പോകുന്നു. പിതാവേ, സകലതും നിവർത്തി ടെറ്റലസ്റ്റായി ഇവർ ചെയ്യുന്നതെന്തെന്നറിയായിയാൽ ഇവരോട് ക്ഷമിക്കണമേ. കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. സൈന്യാധിപൻ ഒരു കുന്തമെടുത്ത് പടയാളിയുടെ കയ്യിൽ കൊടുത്തു, എൻ്റെ യേശുവിൻ്റെ ചങ്കിനകത്ത് കുത്തി. അപ്പം ചാമച്ചി 6 ലിറ്റർ രക്തവും വെള്ളവും ഒഴിയെങ്കിൽ അവൻ്റെ ചങ്കില ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുവാൻ ഈ തലമുറയിൽ കാന്തൻ മധ്യാകാശത്തിൽ വരും. മരിയാപുരമേ, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. യോഹന്നാൻ 16:2. ഒരു വാക്യവും കൂടെ വായിച്ചെന്ന് രാത്രി നിർത്താൻ, ബാക്കി നാളെ വായിക്കാം മക്കളെ. യോഹന്നാൻ 16:2. അവർ നിങ്ങളെ പള്ളി ഭ്രഷ്ടരാക്കും, അത്രയുമല്ല. അവിടെ ആയിക്കോട്ടെ, അവർ നിങ്ങളെ പള്ളി ഭ്രഷ്ടരാക്കും. മരിയാപുരത്ത് കർമ്മേലിനകത്ത് IS ബോംബ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലേ, ഞാൻ തിരുവനന്തപുരത്ത് വരുമ്പോൾ എനിക്കൊരു വാർത്ത കിട്ടി. മരിയാപുരത്ത് കർമ്മേൽ നമ്മുടെ ചർച്ചിൽ ബോംബ് വെച്ചിരിക്കുന്നു. ഞാൻ തമിഴൻ്റെ കട ഇറങ്ങി ഒരു ചായയും കുടിച്ച് എൻ്റെ വീട്ടിൽ പോകും. സന്തോഷമില്ലല്ലോ? സ്വോത്രം. നാളെ ഇവിടെ ബോംബ് വെച്ചെന്ന് പറയും, ഈ ചർച്ച് നിങ്ങൾ ആരാധിക്കാൻ വരുമോ? ഇനി പള്ളിക്ക് ബോംബ് ഭീഷണി, അഥവാ ആലയങ്ങൾ അടയും. ഇന്നും ശ്രീലങ്കയിൽ ഭയങ്കര വിഷയം. 2018 അവർ നിങ്ങളെ പള്ളി ഭ്രഷ്ടരാക്കും. അടുത്തത്, നിങ്ങളെ കൊല്ലുന്ന, അത്രയുമല്ല, നിങ്ങളെ കൊല്ലുന്നവനെല്ലാം ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് വിചാരിക്കുന്ന നാഴിക വരുന്നു. മക്കളെ നിർത്താം. എന്താ? മനുഷ്യനെ കൊന്നാൽ സ്വർഗത്തിൽ പോകാം. ഇതൊരു പഠിപ്പീരായി പോയി. കാടൽ ജിൻസൺ രാജ 4 എണ്ണത്തിന് അപ്പൻ, അമ്മ, പെങ്ങൾ. അവന് ഇതാ പറഞ്ഞത്. ഇതാ വട്ടിയൂർക്കാവി ദേവി, ആര്യ, അത് കഴിഞ്ഞിട്ട് നവീൻ. അവരോട് ആരാണ്ട് പറഞ്ഞു കൊടുത്തു, ഇവിടെ അരുണാചൽ പ്രദേശ് തീർന്നാൽ നിങ്ങൾ ദൈവസന്നിധിയിലേക്കെന്ന് പുനർജന്മം. അത് കഴിഞ്ഞ് കണ്ണൂർ ഏലത്തൂർ ട്രെയിൻ സ്ഫോടനം, ഡൽഹി ആണിയടിക്കുന്ന കാർപ്പൻറ്റർ, ഷഹീൻ ബാഗുകാരൻ, ട്രെയിനകത്ത് സ്ഫോടനം, MR അജിത് കുമാർ ADGP, അയാളോട് പറഞ്ഞ മനുഷ്യനെ കൊന്ന സ്വർഗത്തിൽ പോകുന്നു. അടുത്തത് യഹോവ സാക്ഷികളുടെ സമ്മേളനം, ചോറ്റുപാത്രത്തിൽ ഒരു വികടൻ ബോംബ് വെച്ച് 6 എണ്ണ തീർന്ന് അവൻ കസ്റ്റഡിയിൽ. അവനും പറഞ്ഞ് മനുഷ്യനെ കൊന്നാൽ സ്വർഗത്തിൽ പോകാം. എല്ലാവരും പറയുന്നത് ഒരേ മുദ്രാവാക്യം, നമ്മുടെ ബൈബിൾ. നിങ്ങളെ കൊല്ലുന്നവർ ദൈവത്തിന് വഴിപാട് കഴിക്കുന്ന നാഴിക കേരളം. ഇന്ന് രാത്രി വിളിച്ചു പറ, നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കലായി. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നത് കൊണ്ട് മരിയാപുരമേ, നീതി സൂര്യൻ വെളിപ്പെടാറായി. G7 ഉച്ചകോടി ഇറ്റലിയിൽ. മോഡി സാർ കൂടെ ഒരു കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ, സകലത്തിൻ്റെയും ചരട്, ലോക നേതാക്കൾ പിൻപിൽ ഒരേകലോക ഭരണം വരാറായി. ആ ഭരണം വരുന്നതിന് മുമ്പ് യേശുവിൻ്റെ ചങ്കില ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുവാൻ നാഥൻ മധ്യാകാശത്തിൽ വരും. ഒരു നിയമം ഇവിടെ വരുന്നു. കാർമ്മിക നിയമം മാറി. വിവാഹമില്ലാത്ത കാലം, മനുഷ്യൻ കൊല്ലുന്ന കാലം, സഹോദരനും ചേട്ടൻ അനിയനെയും കൊല്ലുന്നു, കൊലപാതകങ്ങളുടെ പരമ്പര. അവൻ്റെ ഭരണം ഇവിടെ വരും. നിയമത്തെ കഠിനമാക്കുന്നതിന് മുമ്പ് കാൽവറി നിയമത്തിൻ്റെ ശക്തിയായ രക്ഷയുടെ പുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്കാൻ യേശു മടങ്ങി വരും. ISൻ്റെ മിലിറ്ററി ആഗോള വ്യാപകമായി ഹമാസിനോട് ചേർന്നു. ഇവിടെയും സാത്താൻ്റെ കെണികൾ. മനുഷ്യനെ കൊല്ലുന്നു, കഴുത്തറക്കുന്ന കാഴ്ച, അവൻ്റെ രക്തം താഴെ വീഴുന്നു. എന്നാൽ ഇതുപോലൊരു സുപ്രഭാതത്തിൽ എതിർ ക്രിസ്തുവിൻ്റെ മിലിറ്ററി ലോകത്തെ കീഴടക്കി രക്തത്തിൻ്റെ വിലയാകുന്ന മനുഷ്യൻ്റെ കഴുത്തറക്കും. ആ കുലത്തിൻ്റെ രക്തം വീഴുന്നതിന് മുമ്പ് കാൽവറിയിലെ ചങ്കിലെ ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ തീർക്കുവാൻ കാന്തൻ മധ്യാകാശത്തിൽ വരും. വാതിലുകളെ, നിങ്ങളുടെ തലകളെ ഉയർത്തുവേൻ. കരമുയരുന്നില്ല. പണ്ടേയുള്ള കതകുകളെ ഉയർന്നിരിപ്പീൻ. മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. നമ്മുടെ നാഥൻ വരാറായി. ഈ രാത്രി അവസാനിപ്പിക്കാൻ പോകുന്നു. ലോകം തീരാറായി. മരിയാപുരത്ത് 9 ദിനവും കൺവെൻഷൻ കേട്ടു. പലരും വിചാരിക്കും, എന്തിനാ ഈ 10ാമത് കൺവെൻഷൻ നടത്തുന്നത്? ഒരു പാപിയുടെ മാനസാന്തരത്തിന് വേണ്ടി. രാത്രി മടങ്ങി വാ. ടൈറ്റാനിക് കപ്പൽ 1910 ഏപ്രിൽ മാസം 10 യാത്രയാകുന്നത്. 50,000 ഹോഴ്സ് പവർ. പിന്നെ ബ്രിട്ടനിലെ വൈറ്റ് സ്റ്റാർ ഷിപ്പിംഗ് കമ്പനി ക്യാപ്റ്റൻ സ്മിത്ത് പറഞ്ഞു, ദൈവം വിചാരിച്ചാലും ഇത് തകരത്തില്ല. സഹോദരങ്ങളെ, 357 നീളം, 87 വീതി, 52 ഉയരം, പാട്ടം, 5 തട്ടുകൾ. 4 ദിവസം കഴിഞ്ഞു മഞ്ഞുമല.
എല്ലാവരും ക്യാപ്റ്റനോട് പറഞ്ഞു, സാറേ മഞ്ഞുമല, ഈ കപ്പൽ തകരും. ക്യാപ്റ്റൻ പറഞ്ഞു, മിണ്ടണ്ട, 50,000 ഹോഴ്സ് പവർ, ദൈവം വിചാരിച്ചാലും തകരിയല്ല. ആ കപ്പൽ അതിദാരുണമായി ഒരൈസ് മലയിൽ ചെന്നിടിച്ചു, കപ്പൽ തകർന്നു. എൻ്റെ പ്രസംഗം അതല്ല, അതിൻ്റെ ഏറ്റവും മുകളിൽ ആ മെസ്സ്, അവിടെ നല്ല ഭക്ഷണം കഴിച്ച ഒരു ഇംഗ്ലീഷുകാരൻ ചെറുപ്പക്കാരൻ നിൽക്കുക. കുഞ്ഞുങ്ങൾക്ക് നോട്ട് ചെയ്യാം, ആരോടും കഥ പറയാം. അവൻ ഈ ഭക്ഷണം കഴിച്ച് നിൽക്കുമ്പോൾ കപ്പൽ പടപടാ തകർന്നു. അവൻ്റെ മുൻപിൽ നോക്കി, താഴെ അവൻ്റെ മുറിയാം, താഴോട്ടിറങ്ങിപ്പോയാൽ ലിഫ്റ്റിനകത്താ. അവിടെ ചെന്നാൽ മുറിയിലൊരു കാര്യമുണ്ട്, അവൻ്റെ തലയണയുടെ അടി ATM കാർഡല്ല, $3,00,000 റിപ്പുണ്ട്. അവൻ വിചാരിച്ചു ഞാൻ ഓടി താഴെ പോയാൽ അവന് പിടികിട്ടി, കപ്പൽ പതിയെ ഉപ്പുവെള്ളത്തിലേക്ക് പോവുക, എൻ്റെ പണം പോവും, ഞാനും പോവും. അവൻ്റെ മുമ്പിൽ ഒന്ന് കണ്ടു, ദാണ്ട മെസ്സിൻ്റെ അവിടെ ഒരു ലൈഫ് ജാക്കറ്റ്, 3 ഓറഞ്ച് ഒരു ടേബിളിൽ ഇരിക്കുന്നു. അവന് പിടികിട്ടി, വെള്ളത്തിൽ വീണാലും ഡൈവ് ചെയ്താലും ഒന്ന് കടിക്കാൻ ഒരു ഓറഞ്ച്. 3 ഓറഞ്ച് എടുത്ത് പാൻറ്റിൻ്റെ പോക്കറ്റിലിട്ട് സിപ്പിട്ടു. അവൻ്റെ മുമ്പിൽ $3,00,000 അവൻ വകവെക്കാതെ ഒരു ലൈഫ് ജാക്കറ്റ് എടുത്തിട്ട് പൊട്ടിത്തകരുന്ന കപ്പൽ ഇംഗ്ലീഷുകാരൻ ചാടി. ആ കഥ വായിഞ്ഞ് കരഞ്ഞു പോയി. അങ്ങനെയെങ്കിൽ ഈ 10ാമത് കൺവെൻഷനിൽ 9ാമത് രാത്രിയിൽ മര്യാപുരത്തിനോടും വ്ളാത്താങ്കരോടും പറയുന്നു, ഇന്നുള്ള ലോകം തീരാറായി. അതിൻ്റെ നടുവിൽ നിന്ന് ഒരു ലൈഫ് ജാക്കറ്റിനെ ഞങ്ങൾ ഉയർത്തുന്നു. അവൻ്റെ പേരത്രേ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. കരമുയർത്തുന്നവർക്കായി ഇന്ന് രാത്രി അവങ്കിലേക്ക് മടങ്ങി വാ. ഒരു ചിന്ന കഥ പറഞ്ഞു നിർത്താൻ, ബാക്കി നാളെ എൻ്റെ ശ്വാസത്തിനും വേരിയേഷൻ. ഇന്ന് രാത്രി ഇവിടെ പഴയ നിയമത്തിൽ ഒരു പൈതൽ പാപം ചെയ്താൽ അവൻ്റെ വീട്ടിനകത്ത് പാളയത്തിൽ കൊണ്ടുവന്ന് കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന്. തീർന്നില്ല. ഒരു പെൺകുട്ടി പാപം ചെയ്താൽ പഴയ നിയമം ലേവ്യ ആവർത്തനമൊക്കെ പറയുന്നത് തീ കത്തിച്ച് കളയണമെന്ന്. സ്വോത്രം. പുതിയ നിയമത്തിൽ ഒരു അപ്പനുണ്ട്, ലൂക്കോസ് 16. അപ്പന് 2 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അതിലൊരുത്തൻ്റെ പേര് നല്ല പുത്രൻ എന്നാണ്, മറ്റവൻ്റെ പേര് ബൈബിള് ധൂർത്ത് പുത്രൻ എന്നാണ്. ഞങ്ങളുടെ പെന്തിക്കോസുകാരെല്ലാം വിളിച്ചു കൊടിയൻ മുടിയൻ കൊള്ളരുതാത്ത എന്തോ ആയിക്കോട്ടെ. സ്വോത്രം. സ്ഥലം അവൻ്റെ ഉദയംകുളങ്ങരയായിരുന്നു. അവ എവിടെ പോയി? അപ്പൻ്റെ ഇത് ചില്ലറയും മേടിച്ച് മാർത്താണ്ടത്ത് പോയി. അവിടെ ചെന്ന് ബാർ ഹോട്ടലും തുടങ്ങി, കച്ചവടമൊക്കെ തുടങ്ങി, നല്ല കൂട്ടുകാരെ കിട്ടി, കടിയും കുടിയൊക്കെ അങ്ങ് നടത്തി. സ്വോത്രം. ആ ഇടയ്ക്ക് നമ്മുടെ കണ്ടല ബാങ്ക് പൊട്ടിയ പോലെ 2 ബാങ്കും പൊട്ടി. അത് കഴിഞ്ഞിട്ട് കോവിഡും വന്ന് അവൻ്റെ 10 പൈസയില്ല, ബാറും പൂട്ടി, പൈസയില്ല. എല്ലാവരും കൂടെ ഒരു JCBക്കകത്തവനെ താങ്ങി മാർത്താണ്ടത്ത് നിന്ന് പിരികോട് പോകുന്ന സ്ഥലത്ത് നല്ല ഫാമുകളുണ്ട്, അവിടെ പന്നിയുടെ കൂട്ടത്തിൽ കൊണ്ട് പുള്ളിക്കാരനെ അവിടെ ഇട്ട്. സ്വോത്രം. ഇട്ടുകൊണ്ട് പോയ ഒരു ഉടുപ്പും മുണ്ടേ ഉള്ളായിരുന്നു. അമ്മച്ചി അപ്പച്ചന് കേൾക്കണം, 3 വർഷമായി ഇട്ടുകൊണ്ട് പോയ ഒരു ഉടുപ്പുമുണ്ട്. ആദ്യമൊക്കെ ഈ തോട്ടമുടമ ഒരു ചപ്പാത്തി, ഇടയ്ക്ക് ഒരു കട്ടൻ ചായ, ഒരു ബിരിയാണി, അത് കഴിഞ്ഞ് മസാല ദോശ. ഇവൻ ഇനി രക്ഷയില്ലെന്ന് അറിഞ്ഞിട്ട് തോട്ടമുടമ വിചാരിച്ചു ഇനി അവനൊന്നും കൊടുത്തില്ലെങ്കിലും എങ്ങും പോവിയാൽ. അവസാനം അവന് തിന്നാനും കുടിക്കാനില്ല. പന്നിക്ക് കൊടുക്കുന്ന പുളിയരി, വാളപെര, ഓക്കെ കലക്കിയ കാടി, അങ്ങനെ കടന്നവനാ ദൈവസന്നിധി വിട്ടുപോയപ്പോൾ ഇതെല്ലാം കുടിച്ച് അവിടെ കടന്ന്. കോവിഡ് അസ്തമിച്ചപ്പോൾ നമ്മളൊന്നും കർത്താവ് വരണമെന്ന് പറയത്തില്ല. TPMകാർ, ദി പെന്തക്കോസ് മിഷൻകാർ ഒരരുമயான செய்தியை கொடுக்குது. ஐயா எவருமே ஒலிப்பக்கத்தை கேட்குது. இந்த நாட்களிலே உலகம் முடிவும் கடைசிகள் செய்திகள் இந்த வேலைகள் மார்த்தாண்டத்தை சொல்லுகிறது. நீங்கள் வருவீன் കേട്ടിരിക്കുന്നത്. മലയാളത്തിൽ ബാക്കി ജാതി ജാതിയോടും രാജ്യത്തോടും ക്ഷാമം, ഭൂകമ്പം, യുദ്ധം. സഹോദരാ, യേശു വരാറായി. പണ്ട് മര്യാപുരത്ത് ബോക്സിൻ്റെ കീഴിൽ ഇരുന്ന് ഇച്ചിരി കേട്ടിട്ടുള്ളത്. ഇവന് പിടികിട്ടി എന്തായാലും തീരാൻ പോവുക. എന്നാലും പന്നികൾക്കല്ല, 3 വർഷമായിട്ട് കിടക്കല്ലോ, എല്ലാവരെയും തട്ടി തലപൊടി. പ്രൈസ് ദി ലോർഡ്. 1ാം ദിവസം രാവിലെ എഴുന്നേറ്റ് രാത്രി കിടന്നുറങ്ങി. ഒരു വടിയാട്ട് പന്നിക്ക് കൊടുക്കുന്ന ഒരു കൊച്ചു ബക്കറ്റ്, ഓക്കെ കലക്കിയ കാടിയാട്ട് ഇവ യാത്ര ചെയ്ത് വന്ന് കുഴിത്തറ വന്നവൻ അവിടെ അങ്ങ് കടന്നു. സ്വോത്രം. പിന്നെ നടക്കാൻ വയ്യ. 2ാം ദിവസം യാത്രയെ ഒരു പരുവത്തിൽ നടന്ന് അവൻ പാറശാല വന്ന്. അതിൻ്റെ പേരാ സുബോധം. ഈ പ്രസംഗം കേട്ടാൽ ചിലർക്ക് സുബോധം വരെ, ക്ലിയർ മൈൻഡ്. അവിടെ ഒരു അച്ഛനും ചെന്നില്ല, പാസ്റ്ററും ചെന്നില്ല, ഒന്നും ചെന്നില്ല. അത് കേട്ട് 3ാം ദിവസം അവൻ നടന്ന് എവിടെ എത്തിയെന്നറിയാം? നമ്മുടെ ഉദയംകുളങ്ങരയെത്തി. ഉദയംകുളങ്ങരയിൽ നിന്ന് ചെങ്കൽ പോകുന്ന വഴിയിലായിരുന്നു വീട്. അവിടെ കിടന്നുറങ്ങി. 6 മണിയായപ്പോൾ ആരണ്ടൊരു കട്ടൻ ചായ മേടിച്ചു കൊടുത്ത് ആ ബലത്തിൽ വടിയായിട്ട് ചെങ്കലിലോട്ട് നടന്നു വരിക. 7:30 ചെങ്കലിലെ തോമാച്ചാനും ചിന്നമ്മാമയും ഗേറ്റും തുറന്ന് ക്യാമറ ഓണാക്കി. ഇപ്പോൾ എല്ലാം CC ക്യാമറ നോക്കിയപ്പോൾ ദാ വരുന്ന നമ്മുടെ മുടിയൻ പുത്രൻ. സ്വോത്രം. അഡ്രസ്സ് എല്ലാം പോയത്. ഞങ്ങളുടെ ചെങ്കലിലെ തോമാച്ചാനും ചിന്നമ്മാമേന്ന് തോമാച്ച എടുത്തവരെ എടി ചിന്നമ്മേ, പിന്നെ ആ മുടിഞ്ഞവൻ വരുന്നത്. നീ ഗേറ്റ് ഉറക്ക്, വണ്ടിയായിട്ട് നമുക്ക് സിറ്റിയിലെങ്ങാനും വന്ന് സന്തോഷമില്ലല്ലോ. സ്വോത്രം. അതാ ചെങ്കലിലെ തോമാച്ചാനും ചിന്നമ്മാമൻ ചെയ്യുന്നത്. ഇന്ന് രാത്രി ഞങ്ങളുടെ പ്രസംഗം കേൾക്കുന്നവരെ
മടങ്ങി വരുന്നവനെ കണ്ട് ഗേറ്റ് പൂട്ടി വണ്ടിയെടുത്ത് പോകുന്ന ഒരപ്പനെയല്ല ഞങ്ങൾ ഇന്ന് രാത്രി കർമ്മേലിൽ പരിചയപ്പെടുത്തുന്നത്. മടങ്ങി വരുന്നവനെ കണ്ട് വീടിൻ്റെ ഗേറ്റ് തുറന്നിട്ട് നാട്ടുകാരെ മുഴുവൻ വിളിച്ചു, അയ്യോ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, ദാ അവൻ മടങ്ങി വരുന്നു. ചെണ്ടമേളവും ബാൻഡുമേളവും എല്ലാം ദൂരെ നിന്ന് മകനെ കണ്ടു. അവൻ ഓടി വന്നു, അവൻ അപ്പനെ കെട്ടിപ്പിടിച്ചു, അപ്പാ നിന്നോടും സ്വർഗത്തോടും ഞാൻ പാപം ചെയ്തു. ഇതിൻ്റെ പേരാ മാനസാന്തരം. കരമുയർത്തുന്നവർക്കായി. കൺവെൻഷൻ കേട്ടിട്ട് കൈ ഉയർത്തിയിട്ട് കാര്യമില്ല. അകത്തളത്തിനകത്ത് വചനം കേട്ടവൻ കുത്തുകൊള്ളുമ്പോൾ കരമുയർത്തി പറയും, ഞാനൊരു പാപിയാണേ. ആ മാനസാന്തരം അതാ മുടിയൻ പുത്രൻ പറഞ്ഞു, അപ്പാ നിന്നോട് സ്വർഗത്തോട് ഞാൻ പാപം ചെയ്തു, നിന്റെ മകനെന്ന് വിളിപ്പാൻ യോഗ്യനല്ല. അപ്പൻ്റെ ആ റബ്ബർ വരയുണ്ട് അപ്പുറത്ത്, ആ ഉണക്കുന്ന പൊര, അവിടെ ഷീറ്റ് വിട്ടേക്ക്, അവിടെ ഒരു പുൽപ്പാ തന്ന ഞാൻ അവിടെ കിടന്നോളാന്ന്. കരമുയർന്നില്ലല്ലോ, വീട്ടിലെ വേലക്കാരനെ പോലെ കിടന്നോളാം. പക്ഷെ അപ്പനൊരു കാര്യം പറഞ്ഞു, ഇതാ ഞങ്ങളുടെ അപ്പൻ വന്നവൻ്റെ നിറം നോക്കിയില്ല, ഗുണം നോക്കിയില്ല, മണം നോക്കിയില്ല. എല്ലാവരും ഇത് കേൾക്കണം, ഇതാ സുവിശേഷ പ്രസംഗം. അവൻ്റെ ഡ്രസ്സ് പന്നിയുടെ കൂട്ടത്തിൽ ചാണകവും മൂത്രവും പരണ്ട ഡ്രസ്സായിരുന്നു. നിറം നോക്കാതെ, മണം നോക്കാതെ, ജാതി നോക്കാതെ, പണം നോക്കാതെ, പാരമ്പര്യം നോക്കാതെ മാറോട് ചേർത്തണയ്ക്കുന്ന ഒരപ്പച്ചനെ ഇന്ന് രാത്രി കർമ്മേൽ ഫെസ്റ്റിൽ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. അവൻ്റെ പേരത്രേ ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു. കരമുയർത്തുന്നവർക്ക്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്ന മറ്റൊരുത്തനിലും രക്ഷയില്ല. അവനെ മാറോടണച്ചു. വീട്ടിലെ വേലക്കാരോട് പറഞ്ഞു, ഇന്ന് രാത്രി കേട്ടോണം, വീട്ടിലെ വേലക്കാരോട് പറഞ്ഞു, അയ്യോ ഈ മകനെ ധരിപ്പിക്കുവാൻ ഒരു രക്ഷയുടെ വസ്ത്രം കൊണ്ടുവരാൻ പറഞ്ഞു. പഴയ മനുഷ്യൻ്റെ ജഡത്തിൻ്റെ രാഗമോഹത്തോടു കൂടിയ ലോകത്തിൻ്റെ പകയുടെയും പിണക്കത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും മദ്യപാനത്തിൻ്റെയും കുപ്പായം മാറ്റി അവന് രക്ഷയുടെ വസ്ത്രം കൊടുത്തു. രക്ഷയുടെ വസ്ത്രം ധരിച്ച ചെറുപ്പക്കാരനെ മണിയറയിലേക്ക് കൊണ്ടുപോയി. കരമുയർത്തുന്നവർക്കായി ഇന്ന് രാത്രി നീ മടങ്ങി വരുമെങ്കിൽ രക്ഷയുടെ വസ്ത്രം തന്നാൽ നിന്നെ മണിയറയിലേക്ക് കൊണ്ടുപോയി. കുഞ്ഞാടിൻ്റെ കല്യാണവും വന്നു. മര്യാപുരമേ, ഒന്നാമത്തെ യാദം ഏദന്റെ പൂങ്കാവനത്തിനകത്ത് സ്വർഗത്തിൻ്റെ തേജസ്സിൻ്റെ വസ്ത്രം നഷ്ടപ്പെടുത്തിയപ്പോൾ ഒടുക്കത്തെ ആദം കാൽവറിയുടെ കൊലക്കളത്തിൽ തൻ്റെ ദേഹമെന്ന തിരശീല നമുക്ക് വേണ്ടി ചീന്തി അവൻ്റെ രക്തത്താൽ നമ്മളെ കഴിയെങ്കിൽ രക്ഷയുടെ ഉടുപ്പുള്ളവനെ ചേർക്കുവാൻ കാന്തൻ വരാറായി. കരമുയർത്തുന്നവർക്കായി ആത്മാവ് സഭകളോട് പറയുന്നത് ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇതാ വാതിൽക്കൽ നിന്ന് ഞാൻ മുട്ടുന്നു. എൻ്റെ ശബ്ദം കേട്ട് നിങ്ങൾ ആരെങ്കിലും വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും അത്താഴം കഴിക്കും. ഇന്ന് രാത്രി ഒരു ഭാഗം ഇവിടെ അവസാനിക്കുന്നു. എതിർ ക്രിസ്തു വരുന്നതിന് മുമ്പ് അവൻ്റെ നിയമം ഇവിടെ വരും. എതിർ ക്രിസ്തു വരുന്നതിന് മുമ്പ് അവൻ്റെ മിലിറ്ററിയും ഇവിടെ വരും. രണ്ടും നിങ്ങൾ കണ്ടെങ്കിൽ വരാൻ പോകുന്നു. അവൻ്റെ മൈക്രോ ചിപ്പ് അല്ലെങ്കിൽ ന്യൂറോലിങ്ക് ഇൻ്റർനാഷണൽ നാളെ രാത്രി അതിലേക്ക്. ഇതുവരെയും വചനം കേട്ടിട്ട് രക്ഷപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സഹോദര, മാതാവേ, സഹോദരി, ജീവിതം വെറുത്ത ചെറുപ്പക്കാര, മദ്യപാനിയെ, എങ്ങോട്ടും യാത്രയാകണ്ട. എവിടെയെങ്കിലും ഇരുന്ന് കരമുയർത്ത് എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി കാൽവരിയിൽ ഒരു കുഞ്ഞാടറക്കപ്പെട്ടു വന്ന് ഇന്ന് രാത്രി ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായി കൊണ്ട് ഏറ്റുപറയുമെങ്കിൽ നിൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ ചേർക്കും. ജീവപുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്കാൻ യേശു വരാറായി. ഇന്ന് രാത്രി ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പാടുന്ന കുഞ്ഞുങ്ങൾ മുന്നോട്ട് വന്നാട്ടെ. കരമടിച്ച് പാടത്തില്ല. 50 പേരിൽ 24 പേർ മലയാളികൾ. ഞാൻ പറഞ്ഞ സ്റ്റെപ്പിൻ്റെ ഇത് വെച്ചൊരു പാട്ട് മാത്രം പാടും. 38 വർഷം ബെഥസ്ദാക്കുള്ള കടവിൽ ഒരുവൻ കടപ്പുണ്ടായിരുന്നു. സ്തോത്രം. പ്രത്യേകത. എഴുന്നേറ്റാട്ടെ, എല്ലാവരും ഒരു നിമിഷം എഴുന്നേറ്റാട്ടെ. സ്തോത്രം. നമ്മുടെ കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. നമ്മൾ ആശ്വാസത്തോടെ ഒരു നിമിഷം. 38 വർഷം ബെഥസ്ദാക്കുള്ള കടവിൽ ഒരുവനുണ്ടായിരുന്നു. അമ്മച്ചി, അപ്പച്ച, ഈ കഥ കേൾക്കണം. അവൻ്റെ വയസ്സ് എനിക്കറിയത്തില്ല, സാമ്പാർക്കും അറിയത്തില്ല. പക്ഷെ അവൻ്റെ രോഗം 38 ഇയേഴ്സാണ്. നാട്ടുകാരെ കൊണ്ടിട്ട് അവിടെ പോയി. 38 വർഷമായി. എല്ലാവരും മറന്നുപോയി. ആട്ടുവാതുക്കൽ ബെഥസ്ദാക്കുളം 5 മണ്ഡപങ്ങൾ. പക്ഷെ അമ്മച്ചി, അതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? കൊറിഡർ, കുഷ്ഠരോഗികൾ, തളർവാദക്കാർ അവിടെ കടത്തും. ഒരു ദൂതനിറങ്ങും. കലക്കം. ആദ്യം ഇറങ്ങുന്നവന് സൗഖ്യമാണ്. പക്ഷേ അവനെ വീട്ടുകാരും നാട്ടുകാരും മറന്നു. അവൻ്റെ കാത്തിരിപ്പിനൊടുവിൽ എൻ്റെ നാഥൻ അവിടേക്ക് വന്ന് കരമുയർത്തി പിടിച്ചാട്ടെ. 10ാമത് കൺവെൻഷനിൽ എൻ്റെ കുടുംബത്തിനകത്തും
ബെഥസ്ദ കുളക്കടവിൽ ഇറങ്ങി വന്ന് പ്രിയപ്പെട്ട രോഗിയെ കരത്തിൽ വഹിച്ച് കട്ടിലിനകത്ത് നിന്ന് മാറ്റി അവനെ എഴുന്നേൽപ്പിച്ചതുപോലെ എന്നെ എഴുന്നേൽപ്പിക്കുവാൻ അവൻ്റെ കരം എനിക്ക് വേണ്ടി വെളിപ്പെടും. മക്കളെ, എൻ്റെ നാഥൻ വന്ന്, ഇതാ എൻ്റെ പ്രസംഗം. ഈ രോഗി എത്ര വയസ്സുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, പക്ഷേ രോഗം 38 years. പക്ഷേ അതിനേക്കാൾ 4.5 വയസ്സ് കുറവുള്ളവനായിരുന്നു എൻ്റെ യേശു. കരമുയർത്തുന്നവർക്കായി ഇന്ന് രാത്രി ഏത് പഴക്കമുള്ള രോഗത്തെയും മാറ്റുവാൻ എൻ്റെ യേശുവിന് കഴിയും. ഒരിക്കൽ കൂടി ആ പ്രിയപ്പെട്ട വയോധികനോട് ചോദിച്ചു, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? അവൻ പറഞ്ഞു, നാഥാ, ഈ കുളം കലങ്ങുമ്പോൾ എന്നെ സൗഖ്യമാക്കുവാൻ ആരുമില്ല. വീതിയിൽ റോഡിനകത്ത് ആരെങ്കിലും 9ാമത് രാത്രി കരമുയർത്തിയാൽ കുളം ഇന്ന് രാത്രി കലങ്ങണ്ട. നിന്റെ വിശ്വാസപ്രകാരം ഒരുവൻ വന്നിട്ടുണ്ട് നിന്റെ കിടക്കയെടുത്ത് നടത്തുവാൻ. ഇന്ന് രാത്രി അവൻ്റെ കരം വെളിപ്പെട്ട് വരും. In this evening and the day, at any destinations on media or watching online, otherwise speakers is provided at Mariapuram. Brother, sister, father, mother, are you sitting in your house? Otherwise sitting your vehicle, maybe sitting your tea stall, at anywhere. In these messages heard, ഇന്ന് രാത്രി ആ കരം ഉയർത്തിക്കൊണ്ട് എൻ്റെ ഭാരത്തെ മാറ്റുവാൻ, എൻ്റെ രോഗത്തെ മാറ്റുവാൻ, എൻ്റെ കിടക്കകളെ മാറ്റുവാൻ ബെഥസ്ദ കുളക്കടവിൽ ഇറങ്ങിയ നാഥൻ്റെ കരം എനിക്ക് വേണ്ടി വെളിപ്പെട്ട് വരും. NBFC ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ 50 പേർ, 25 മലയാളികൾ അതിനകത്ത് മാറ്റപ്പെട്ടു. സ്റ്റെഫിനും സാബുവും ജിജിയും അവരുടെ കുടുംബങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. സ്റ്റെഫിൻ മരിക്കുന്നതിൻ്റെ ഒരാഴ്ച മുമ്പ് കുവൈറ്റിൽ ആ ചർച്ചിന് വേണ്ടി പാടിയതാ, വൻഭാരങ്ങൾ പ്രയാസങ്ങൾ ജീവിതത്തിൽ വരും, ഞാൻ അന്ത്യം വരെ അവൻ്റെ ചിറകിൻ കീഴിൽ മറഞ്ഞിരിക്കും. കണ്ണുകൾ അടച്ചുകൊണ്ട് ആ കുടുംബങ്ങളുടെ സമാധാനത്തിന് വേണ്ടി നല്ല കീബോർഡിസ്റ്റ്, നല്ല പാട്ടുകാരൻ, പാമ്പാടി IPCയിലെ ദൈവ കുഞ്ഞായിരുന്ന സ്റ്റെഫിൻ മോന് വേണ്ടി ഞങ്ങളുടെ കൺവെൻഷനിൽ ഒരിക്കൽ കൂടി ഞങ്ങൾ സാംപാസ് ഒരുമിച്ച് ചേർന്ന് ആ കുഞ്ഞ് അവസാനം കുവൈറ്റിൽ പാടിയ പാട്ട് ഞങ്ങളുടെ കൺവെൻഷൻ ബോർഡ്